ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് നമുക്ക് റീഡ് ആൻഡ് റീജോയ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ഒരു പിക്ചർ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മിസ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ബുക്കിന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലേ? ആൻഡ് അംബ്രല്ല ഫോർ ഓൾ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ഫുൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ക്ലാസ്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ റീഡ് ആൻഡ് റീജോയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ സിലബസിലുള്ള ഒരു സെക്ഷനാണ് കേട്ടോ, റീഡ് ആൻഡ് റീജോയ്സ്. അപ്പോൾ റീഡ് ആൻഡ് റീജോയ്സിലുള്ള സ്റ്റോറിയാണ് സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, അതായത് റീഡ് ആൻഡ് റീജോയ്സിലെ ഫസ്റ്റ് പേജ്, സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. എന്താണ് സ്നെയിൽ എന്ന് വെച്ചാൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്നെയിലിനെ? എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? എന്താ സ്നെയിൽ എന്ന് വെച്ചാൽ? ഇതുണ്ടോ? ഈ ജീവിന്റെ പേരാണ് സ്നെയിൽ. ഇതിനെന്താ നമ്മൾ മലയാളത്തിൽ പറയാ? ഒച്ച് എന്നാണ് പറയാ കേട്ടോ. ഒച്ചിനെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് സ്നെയിൽ. അപ്പൊ ന്യൂ വേർഡ് അല്ലേ? വേഗം സ്പെല്ലിംഗ് പഠിക്കുക, മീനിങ് പഠിക്കുക. അപ്പൊ സ്നെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒച്ച്. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. മെയിൽ എന്ന് വെച്ചാൽ എന്താണ്? കത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് പോസ്റ്റ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ആരാണ്? സ്നെയിൽ അല്ലേ? ആരാണ് നമുക്ക് കത്തൊക്കെ കൊണ്ടുതരിക? പോസ്റ്റ്മാൻ അല്ലേ? പോസ്റ്റ്മാൻ ആണ് നമ്മുടെ ഈ കഥയിലെ പോസ്റ്റ്മാൻ ആണ് ആര്? സ്നെയിൽ. സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. അപ്പൊ നമുക്ക് കഥ തുടങ്ങിയാലോ? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ സ്നെയില് പോസ്റ്റ് കൊണ്ടുപോകണം. പോസ്റ്റ് ഇവിടെ നമ്മൾ മെയിൽ എന്ന് വേർഡ് കണ്ടോ? മെയിൽ. കത്തിനെ തന്നെയാണ് മെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആരാണ് മെയിൽ കൊണ്ടുപോകുന്നത്? സ്നെയിൽ. Here is Mr. Snail. Here is Mr. Snail. ആരാണിത്? സ്നെയിൽ. He brings the mail. എന്താണ് അവൻ കൊണ്ടുവരുന്നത്? മെയിൽ. എന്താ കൊണ്ടുവരുന്നത്? മെയിൽ. ഓക്കെ, ഇവിടെ ചില റൈമിംഗ് വേർഡ്സ് ഉണ്ട്. നോക്കൂ, സ്നെയിൽ. സ്നെയിലിന്റെ റൈമിംഗ് വേർഡ് അല്ലേ മെയിൽ? കണ്ടില്ലേ? And next, every day he brings the mail without fail. അപ്പൊ എല്ലാ ദിവസവും അവൻ എന്ത് ചെയ്യും? മെയിൽ കൊണ്ടുവരും. എങ്ങനെയാണ്? മുടങ്ങാതെ, അതായത് എല്ലാം കറക്റ്റ് ആയിട്ട് അവൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും മുടങ്ങാതെ, തോൽക്കാതെ, ഫെയിൽ എന്നാ പറയുന്നത് അല്ലെ? തോൽക്കാതെ അവൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. എന്തുകൊണ്ടാണ് തോൽക്കാതെ എന്ന് പറയാൻ കാരണം എന്താ? ഒച്ചാണ്. ഒച്ച എങ്ങനെ പോവുക? പതുക്കെ പതുക്കെ പതുക്കെയാണ് പോവുക അല്ലെ? ഒരുപാട് പതുക്കെയാണ് പോണതെങ്കിലും സമയം കുറച്ച് വൈകിയാലും അവൻ എന്ത് ചെയ്യും? എല്ലാ ദിവസത്തെയും മെയിൽ അന്ന് തന്നെ കൊടുത്തു തീർക്കും. എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിത്തൗട്ട് ഫെയിൽ. അപ്പൊ ഇവിടെ നോക്കൂ, മെയിലിന്റെ വേറൊരു റൈമിംഗ് വേർഡ് എന്താണ്? ഫെയിൽ. കണ്ടോ? സ്നെയിൽ, മെയിൽ, ഫെയിൽ. ഇതെന്താണ്? ഈ മൂന്നും റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ? ഒരേ എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് അറിയില്ല എല്ലാ കൂട്ടുകാർക്കും? അതായത് സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഉച്ചാരണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരേ ശബ്ദമായിരിക്കും വരിക അല്ലെ? സ്നെയിൽ, മെയിൽ, ഫെയിൽ. കണ്ടില്ലേ? ഇതെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ ആരൊക്കെയാണുള്ളത്? സ്നെയിൽ ഉണ്ട്, പിന്നെ ആരാണുള്ളത്? ഫോക്സ് ഉണ്ട് അല്ലെ? അപ്പൊ നോക്കൂ, എന്താണ് സ്നെയിൽ ഫോക്സിനോട് പറയണത്? ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. അപ്പൊ എന്താ പറയണത്? നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടെന്ന് പറയാണ് അല്ലെ? അപ്പൊ ഫോക്സിന്റെ റൈമിംഗ് വേർഡ് ആണ് എന്ത്? ബോക്സ്. ഫോക്സിന്റെ റൈമിംഗ് വേർഡ് ബോക്സ്. നെക്സ്റ്റ് പേജ്, മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. അടുത്തതായിട്ട് സ്നെയിൽ ആരെ മീറ്റ് ചെയ്തു? ഹണി ബിയെ മീറ്റ് ചെയ്തു. ആരാണ് ഹണി ബി വെച്ചാൽ? തേനീച്ച അല്ലെ? തേനീച്ചയെ മീറ്റ് ചെയ്തു. എന്താണ് പറയണത് നമ്മുടെ സ്നെയിൽ എന്ന് പറയണു? ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. നോക്കൂ, ഈ ബോക്സസ് ഇതെല്ലാം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്നെയിൽ എന്ത് ചെയ്തു? ബോക്സ് എല്ലാം ഹണി ബിക്ക് കൊടുത്തു. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. അങ്ങനെ നമ്മുടെ ഔൾ എന്ന് വെച്ചാൽ ആരാ? ഔൾ എന്ന് വെച്ചാൽ മൂങ്ങ. മൂങ്ങില് കുറച്ച് മെയിലുകൾ ഉണ്ട് അല്ലെ? എന്ന് വെച്ചാൽ ഒന്നല്ല, കുറച്ച് മെയിൽ ഉണ്ട് എന്നാ പറയണത്. അപ്പൊ എന്ത് ചെയ്തു? അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നെയിൽ എന്ത് ചെയ്യാണ്? ഔളിനെ മീറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് സ്നെയിൽ പറയുന്നത്? ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. എന്താണ് ആ മെയില്? ബർത്ത്ഡേ കാർഡ്സ് ആണ് അല്ലെ? ബർത്ത്ഡേ കാർഡ്സ് ആണ്. അതുകൊണ്ട് ആരുടെ ബർത്ത്ഡേ ആണ്? ഔളിന്റെ ബർത്ത്ഡേ. അപ്പൊ എന്താണ് ഔൾ പറയുന്നത്? വൗ, ദാറ്റ്സ് ഗ്രേറ്റ്, 10 cards for me. എന്താ പറയുന്നത്? 10 കാർഡ്സ് ഉണ്ടോ? എത്ര കാർഡ്സ് ആണ്? 10 കാർഡ് ഉണ്ട് അല്ലെ? ബർത്ത്ഡേ കാർഡാണ്. ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഔളിന്റെ ഫ്രണ്ട്സ് അയച്ചിട്ടുള്ള ബർത്ത്ഡേ കാർഡ്സ് ആണ്. 10 കാർഡ്സും എനിക്കാണോ എന്ന് നമ്മൾ ഔൾ ചോദിക്കുകയാണ്. പക്ഷേ അവൾ എന്താ സങ്കടത്തിൽ അവൾ എന്താ പറയണത്? ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ
എന്താ പറയണത്? സ്നെയിൽ എങ്ങനെയാ? സിൻസിയർ ആയിട്ട് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആളാണല്ലേ സ്നെയില്. അപ്പൊ എന്താ പറയണ? ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്താ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? ന്യൂ വേർഡ് അല്ലേ? എന്താ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ? നമ്മുടെ പിറന്നാളിന് എല്ലാവരും നമ്മൾ വിഷ് ചെയ്യണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പറയും അല്ലേ? പക്ഷെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്താ? നമ്മൾ വൈകി പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതേപോലെ അടുത്ത പിറന്നാൾ കഴിഞ്ഞു പോയി, നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടാണ് നമ്മൾ അയാളെ മീറ്റ് ചെയ്യുന്നതെങ്കിൽ, അയാളെ കാണുന്നത്, എന്നിട്ട് നമ്മൾ അയാളെ വിഷ് ചെയ്യണം, ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നല്ല പറയേണ്ടത്, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയേണ്ടത്. നമ്മൾ ബർത്ത്ഡേക്ക് മുന്നേ നമ്മൾ വിഷ് ചെയ്യുമ്പോൾ എന്ത് പറയും? അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ പറയും. അതേപോലെ പിറന്നാൾ കഴിഞ്ഞു പോയിട്ടാണ് നമ്മൾ അവരെ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയണം. അങ്ങനെ നമ്മൾ സ്നെയിൽ ചെയ്തു, ഔളിന്റെ അടുത്ത് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അല്ലേ? From morning to evening, Mr. Snail is at his work. He works hard and takes no rest. അപ്പൊ എങ്ങനെയാണ്? രാവിലെ തൊട്ട് മോർണിംഗ് ടു ഈവനിങ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യുക? റെസ്റ്റ് എടുക്കാതെ, വിശ്രമിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് സ്നെയിൽ. എന്നിട്ട് നമ്മുടെ സ്നെയിൽ ഭയങ്കര സങ്കടത്തിലാണ്. എന്താ കാരണം? മിസ്റ്റർ സ്നെയിൽ ഈ സോ സ്ലോ. നമുക്കറിയാലേ ഒച്ച എങ്ങനെയാ വളരെ എന്താണ് സ്ലോ ആണെങ്കിൽ എന്തുകൊണ്ട് കളിയാക്കിയിട്ടൊക്കെ പറയും, ഒച്ചിനെ പോലെ എഴഞ്ഞാ വരുന്നതൊക്കെ പണ്ട് കളിയാക്കി പറയില്ലേ? അതെന്തുകൊണ്ട്? ഒച്ച വളരെ സ്ലോ ആയതുകൊണ്ടാണ് അല്ലേ? സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ, ബട്ട് ദേ ആർ ഓക്കെ. അതുകൊണ്ട് തന്നെ സ്നെയിലിന്റെ ഫ്രണ്ട്സിന് എന്താണ്, മെയിൽ ഉണ്ടെങ്കിൽ ഫുൾ ഡേ വെയിറ്റ് ചെയ്യണം അല്ലേ? മെയിൽ വരുന്നതും കാത്ത് നമ്മുടെ സ്നെയിലിനെ കാത്തിട്ട് അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഫ്രണ്ട്സിന് ഓക്കെ ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ? അപ്പൊ എന്താണ് പറയണത്? നോക്കിയേ, എന്താണ് പൂവർ സ്നെയിൽ ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അപ്പൊ എന്താ സ്നെയിലിന്റെ ഫ്രണ്ട് എന്താ പറയുന്നത്? നോക്കൂ, പൂവർ സ്നെയിൽ എന്താണ്? ഹി ഡസ് ഹിസ് ബെസ്റ്റ്. പാവ സ്നെയിൽ അവൻ അവന്റെ ബെസ്റ്റ്, അവനെ കൊണ്ട് ആവുന്ന പോലെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയണല്ലേ? അപ്പൊ അടുത്തത്, one fine day, Mr. Snail starts his walk. He walks and walks along the roads. Soon the sky turns dark. It begins to rain. അങ്ങനെ ഒരു ദിവസം മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട് ഹിസ് വാക്ക്. അങ്ങനെ പതുക്കെ മെയിൽ കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ സ്നെയിൽ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്ത് he walks and walks along the road. എവിടെ കൂടെ വാക്ക് ചെയ്യുന്നത്? റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ആകാശം ഇരുണ്ട് മൂടിയത്. Soon the sky turns dark. It begins to rain. എന്ത് സംഭവിച്ചു? മഴ വന്നു. The cold wind blows. തണുത്ത കാറ്റ് വീശി. The roads get flooded. റോഡിൽ എന്തായി? വെള്ളത്തിൽ നിറയെ വെള്ളം നിറഞ്ഞു. No, അപ്പൊ സ്നെയിൽ എന്താ പറയുന്നത്? No, I should not fail. ഞാൻ തോൽക്കില്ല. എന്ത് സംഭവിക്കും? വെള്ളം നിറഞ്ഞാൽ നമ്മുടെ സ്നെയിലിന് നടക്കാൻ പറ്റില്ല. അപ്പൊ സ്നെയിൽ എന്താ പറയുന്നത്? ഇല്ല, ഞാൻ തോൽക്കില്ല, ഞാൻ മെയിൽ എല്ലാവർക്കും എത്തിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്നെയിൽ പറയാണ്. The roads are bad. Mr. Snail is so sad. റോഡൊക്കെ വെള്ളം നിറഞ്ഞു, ഭയങ്കര ബാഡായി. മിസ്റ്റർ സ്നെയിൽ സോ സാഡ്. കണ്ട് നമ്മുടെ സ്നെയിലിന് ഭയങ്കര സങ്കടമായി. റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ബാഡ്, സാഡ്. മിസ്റ്റർ സ്നെയിൽ ആലോചിക്കുകയാണ്, ഹൗ വിൽ ഐ ഗോ? ഞാൻ എങ്ങനെയാണ് പോവുക? ഫുള്ള് വെള്ളമാണല്ലേ, ഞാൻ എങ്ങനെ പോവുക? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്രോഗ് എന്താ പറയണത്? ഫ്രോഗ് എന്ത് പറയണ? ആഹാ, can you swim, മിസ്റ്റർ സ്നെയിൽ? കളിയാക്കുകയാണല്ലേ, നമ്മുടെ സ്നെയിലെ കളിയാക്കിയിട്ട് എന്താ ചോദിക്കുന്നില്ല, നീന്താൻ അറിയോ മിസ്റ്റർ സ്നെയിൽ എന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ സ്നെയിൽ sees a tractor. It is for sale. അപ്പൊ എന്താണ് അപ്പൊ നമ്മുടെ സ്നെയിൽ കണ്ടത്? ഒരു ട്രാക്ടർ വിൽക്കാൻ വെച്ചിരിക്കുന്നു അല്ലെ? ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കാനായിട്ട് ഒരു ട്രാക്ടർ വെച്ചിരിക്കുന്നു. അപ്പൊ മിസ്റ്റർ സ്നെയിൽ ആലോചിക്കുന്നത്, സ്നെയിൽ എന്താ ആലോചിക്കുന്നത്? I must buy this tractor. It will make me move faster. എന്താ പറയുക? ഞാൻ തീർച്ചയായിട്ടും ഈ ട്രാക്ടർ വാങ്ങണം. എനിക്ക് എന്ത് സംഭവിക്കും? It will make me move faster. ഇത് ഞാൻ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ, എനിക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാൻ എനിക്ക് സഹായിക്കും, ഈ വെഹിക്കിൾ എന്നെ സഹായിക്കും എന്ന് നമ്മുടെ സ്നെയിൽ ചിന്തിക്കുകയാണ്. റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാ? ട്രാക്ടർ, ഫാസ്റ്റർ. He buys the tractor. It makes him move faster. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മുടെ സ്നെയിൽ ട്രാക്ടർ വാങ്ങി. ട്രാക്ടർ വാങ്ങിയതോടുകൂടെ സ്നെയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്താണ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ it makes him move fast. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സ്നെയിലിന്
കറി